ഹലോ ഗൈസ്, ഞാൻ ബ്ലാക്ക് എവക്സിൻ്റെ മെമ്പറാണ്. ആക്ച്വലി ബ്ലാക്ക് എവക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ ഓട്ടോമോട്ടീവ് കസ്റ്റം മെയ്ഡ് പെയിൻറ്റ് മേക്ക് ചെയ്യുന്ന മാനുഫാക്ചറേഴ്സാണ്. കറൻ്റ്ലി ഇന്ത്യ വഴി നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്, അതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഓൾമോസ്റ്റ് 700 ഷെയ്ഡ്സ് ഓൾറെഡി റിലീസ്ഡ് ആണ്. ഞങ്ങൾ ആക്ച്വലി ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നതും ആൾക്കാരിലേക്ക് എത്തിക്കുന്നതും എല്ലാം ഇൻസ്റ്റാഗ്രാം വഴിയായിരുന്നു. പിന്നെ നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഇതിനൊരു അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് ക്ലയൻസിൻ്റെ സജഷനും ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതെങ്ങനെ യൂസ് ചെയ്യാം, പിന്നെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് ഇതെല്ലാം കൂടെ യൂട്യൂബിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞങ്ങളിപ്പം ഇതിലോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ പുതിയ പ്രോഡക്ട്സിനെ പറ്റി അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇനി കാണാൻ പോകുന്നത്. ആക്ച്വലി ഇന്ന് ഞങ്ങൾ കസ്റ്റമർ ഡിമാൻഡ് അനുസരിച്ച് ഒരു ഐറിഷ് ക്രീം ഗ്രീൻ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് 2 സ്റ്റേജ് പ്രോസസ്സാണ്. ബേസ് കോട്ട് നമുക്കൊരു ഐറിഷ് ഗ്രീൻ വരും. ഇത് ആക്ച്വലി ഒരു ഹൈ എൻഡിൽ നമ്മൾ മേക്ക് ചെയ്ത ഒരു ഗ്രീൻ ബേസ് ആണ്. ഐറിഷ് ഗ്രീൻ എന്നാണ് ബേസ് കോട്ടിൻ്റെ പേര്. ആക്ച്വലി ഇത് ബേസ് കോട്ട് വരുമ്പോഴത്തേക്കും ഔട്ട്പുട്ട് ഇതായിരിക്കും. ഇത് ആക്ച്വലി ബേസ് കോട്ട് മാത്രമാണ്. ഇനി ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ തന്നെ ബെഞ്ച്മാർക്കായിട്ടുള്ള പോപ്പ് ഗോൾഡ് എന്നുള്ള ഷെയ്ഡാണ്. ഇത് പ്ലസ് കാറ്റഗറിയിൽ വരുന്ന പോപ്പ് ഗോൾഡ് ഷെയ്ഡാണ്. ഫാസ്റ്റ് മൂവിങ് ആണ്. പലർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല ഇതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യാം, പോപ്പ് ഗോൾഡ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത്. കാരണം അത്രയും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണത്. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നതാണ് ഞങ്ങളുടെ പോപ്പ് ഗോൾഡ്. ആക്ച്വലി ഇതിനെപ്പറ്റി പറയുന്നത് ഒത്തിരി വരും. ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. പോപ്പ് ഗോൾഡ് ആക്ച്വലി നമുക്ക് ഒരുപാട് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഷെയ്ഡ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കും. ഒരു വൈറ്റ് ട്രാൻസ്ലൂസൻ പേളാണ്. പോപ്പ് ഗോൾഡ് വരുമ്പോഴത്തേക്ക് ആക്ച്വലി ഇത് ബേസ് കോട്ടും പോപ്പ് ഗോൾഡ് അപ്ലൈ ചെയ്യാൻ നേരത്ത് ഷെയ്ഡ് ഇതിലോട്ട് മാറും. ഇതിലൊരു സൺലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ബേസ് കോട്ടിൻ്റെ മുകളിൽ ഒരു പോപ്പപ്പ് ആയിട്ടൊരു ഗോൾഡ് ഷെയ്ഡ് വരും. ആക്ച്വലി ഇത് സൺലൈറ്റ് വരുമ്പോഴാണ് ഇത് ശരിക്കും ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതാണ് ആക്ച്വലി പോപ്പ് ഗോൾഡ്. ഇത് വൈറ്റ് പേൾസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ബേസ് കോഡിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ആക്ച്വലി മുമ്പേ മെൻഷൻ ചെയ്തത്. ഭയങ്കര നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഈ പേളിനെ. ഇത് ആക്ച്വലി നോർമൽ ബേസ് ആണ് ഞങ്ങളുടെ. ഇത് അതിൻ്റെ മുകളിൽ നമ്മുടെ പോപ്പ് ഗോൾഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു എഫക്റ്റ് കിട്ടും. ശരിക്കും ഇത് സൺലൈറ്റിലാണ് ഇതിൻ്റെ യഥാർത്ഥ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് നമുക്ക് ഈ ഗോൾഡൻ എഫക്റ്റ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ബേസ് കോഡിലും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി പോപ്പ് ഗോൾഡ് നമുക്ക് ബേസ് കോട്ടിന് ആഡോ ഗ്രേയിൽ അപ്ലൈ ചെയ്തതാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ ഇതിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന്. ആക്ച്വലി ഇത് നോൺ ഫിൽറ്റർ വീഡിയോ ആണ്. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത്. അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള പ്രോളമാണ്. ഇത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ബ്ലാക്കിൽ ജസ്റ്റ് 1 കോട്ട് പോപ്പ് ഗോൾഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കുള്ള എഫക്റ്റാണ് ഇത്. ആക്ച്വലി ഇത് ടെസ്റ്റ് സാമ്പിൾ ആക്ച്വലി ഒരു 4 വർഷം പഴയതാണ്. അപ്പോൾ അതിന് ചെറിയ പോരായ്മകളുണ്ടാവും. ശരിക്കും ഇതിൻ്റെ എല്ലാ എഫക്റ്റ് നമുക്ക് കാണുന്നത് റിയൽ സൺലൈറ്റിൻ്റെ താഴെയാണ് നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. വീട് ആക്ച്വലി വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആക്ച്വലി ഞങ്ങളുടെ പോപ്പ് ഗോൾഡും ഐറിഷ് ക്രീം ഗ്രീനാണ്. ഞങ്ങൾ ഹൈ എൻഡാണ് ഇത് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്തായാലും ഔട്ട്പുട്ടിലുണ്ടാവും. ആക്ച്വലി ഞാൻ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ചെക്ക് ചെയ്താൽ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.